കേക്ക് വിവാദത്തിൽ സമസ്ത നേതാവ് ഹമീദ് ഫൈസിക്കെതിരെ കുഞ്ഞാലിക്കുട്ടി പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ സമസ്ത നേതൃത്വം നിയന്ത്രിക്കണമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. പൊതുസമൂഹം അവജ്ഞയോടെയാണ് ഇത് കാണുകയെന്നും നിരന്തരം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിന്റെ ഉദ്ദേശം വേറെയാണെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. ഈ വിഭാഗീയമായ പ്രശ്നങ്ങൾ എടുത്തിട്ട് പൊതുചർച്ച ആക്കാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലൂടെ അല്ല നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോകുന്നത് എന്നുള്ളതെങ്കിലും ആ ഒരു മിനിമം അച്ചടക്കമെങ്കിലും എല്ലാവരും പാലിക്കേണ്ടതുണ്ട്. അത്തരം വിഭാഗീയ വർഗീയ സമീപനങ്ങൾക്കൊന്നും ലീഗ് ചെവി കൊടുക്കില്ല. അത്തരം കാര്യങ്ങൾ നിർത്തുകയാണ് നല്ലത്. അതുകൊണ്ട് ആര് പറഞ്ഞാലും ലീഗ് അതിൻ്റെ എല്ലാ സമുദായങ്ങളെയും സമൂഹങ്ങളെയും കൂടെ നിർത്തി കൊണ്ടുപോവുക എന്നുള്ള സമീപനം തുടരും. എം.കെ. ഷുക്കൂർ ചേരുന്നുണ്ട്. ഷുക്കൂർ, ഈ വിഷയത്തിൽ ഹമീദ് ഫൈസിയുടെ പ്രസ്താവനയിൽ ലീഗിന്റെ നിലപാട് എന്താണ്? മലപ്പുറത്ത് നടത്തിയ ഒരു പ്രസംഗത്തിലാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ചെയ്തികളെ മതവിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചത്. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലത്ത് സഭാ ആസ്ഥാനങ്ങൾ സന്ദർശിച്ച് കേക്ക് മുറിച്ചത് ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾക്ക് നിരക്കാത്തതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഭാഗം. ഇതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി ആലുവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അതിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയത്. ഹമീദ് ഫൈസിയുടെ പ്രസ്താവന പൊതുസമൂഹം വില കുറഞ്ഞ രീതിയിലാണ് കാണുക. അത്തരം കാര്യങ്ങൾ നിർത്തുകയാണ് നല്ലത്. ഇത്തരക്കാരെ നിയന്ത്രിക്കേണ്ടത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിന്റെ ഉദ്ദേശം വേറെയാണ്. പച്ചവെള്ളത്തിൽ തീപിടിക്കുന്ന പ്രസ്താവനകൾ പറയുന്നത് കേരളം അവജ്ഞയോടെ തള്ളും തുടങ്ങിയ ഏതാണ്ട് കടന്നാക്രമിക്കുന്ന ശൈലിയിലുള്ള ഒരു പ്രതികരണമാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി നടത്തിയത്. ഒപ്പം തന്നെ MSF അഖിലേന്ത്യാ നേതാവ് കൂടിയ അഡ്വക്കേറ്റ് സജലും സമാനമായ രീതിയിലുള്ള ഒരു വാർത്താക്കുറിപ്പുമായി ഹമീദ് ഫൈസിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ആ അർത്ഥത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ നിലപാട് വളരെ ശക്തമായി തന്നെ തള്ളിപ്പറയാൻ സമസ്തയുടെ മേലുള്ള ഒരു സമ്മർദ്ദം മുസ്ലിം ലീഗ് ഇപ്പോൾ ഉണ്ടാക്കുകയാണ്. ശരി ഷുക്കൂർ.